ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ വ്യാജരേഖകൾ തയ്യാറാക്കി ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്ക് അഭയം നൽകിയ കേസിൽ ഞെട്ടിക്കുന്ന നിരവധി വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് അഥവാ ATS ഇവർ അറസ്റ്റ് ചെയ്ത 3 ബംഗ്ലാദേശി സഹോദരന്മാരെ ചോദ്യം ചെയ്തതിനു ശേഷമാണ് സുപ്രധാനമായ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടത്. ഇത് പ്രകാരം റായ്പൂർ പോലീസ് മുഖ്യ സൂത്രധാരനായ ഷെയ്ഖ് അലിക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മുംബൈ ATS 3 ബംഗ്ലാദേശി പൗരന്മാരായ ഷെയ്ഖ് ഇസ്മായിൽ, ഷെയ്ഖ് അക്ബർ, ഷെയ്ഖ് സാജൻ എന്നിവരെ കഴിഞ്ഞ ആഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു. അന്വേഷണത്തിനിടയിൽ വ്യാജ പാസ്പോർട്ടുകൾ, ആധാർ കാർഡുകൾ, വോട്ടർ ഐഡികൾ, റേഷൻ കാർഡുകൾ, മറ്റ് സർക്കാർ രേഖകൾ എന്നിവ അവരുടെ പൗരത്വത്തിനായി തയ്യാറാക്കിയതായി കണ്ടെത്തിയിരുന്നു. അനധികൃത ബംഗ്ലാദേശികൾക്ക് അഭയം നൽകുന്ന ഷെയ്ഖ് അലി തന്നെയാണ് റായ്പൂരിലെയും ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്ക് അഭയം നൽകിയതായി അന്വേഷണത്തിൽ വെളിപ്പെട്ടത്. ഇയാൾ പോലീസിൽ നിന്ന് നിരന്തരം ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്നു. മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ബംഗാൾ എന്നിവിടങ്ങളിലെ ബന്ധുക്കളുടെ വീടുകളിൽ ഇയാൾ ഒളിവിൽ കഴിയുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ കരുതിയിരുന്നെങ്കിലും ഇയാൾ ബംഗ്ലാദേശിലേക്ക് പലായനം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് പോലീസ് സംശയിക്കുന്നു. എന്നാലും ഇതുവരെ ഈ സ്ഥലങ്ങളിലെ ഇയാളുടെ സാന്നിധ്യത്തെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്ന് പോലീസ് പറയുന്നു. അതേസമയം 3 ബംഗ്ലാദേശി സഹോദരന്മാരുടെ വ്യാജരേഖകൾ നിർമ്മിച്ചതിന് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ മുഹമ്മദ് ആരിഫിനെ വെള്ളിയാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്തു. ബംഗ്ലാദേശികൾക്ക് വ്യാജരേഖകൾ തയ്യാറാക്കി നിയമവിരുദ്ധമായി രാജ്യത്തിന് പുറത്തേക്ക് അയക്കുന്നതിനായി മുഹമ്മദ് ആരിഫും ഷെയ്ഖ് അലിയും ഒരു സംഘടിത റാക്കറ്റ് തന്നെ രൂപീകരിച്ചതായി പോലീസ് കണ്ടെത്തി. ഗോൾ ബസാർ പോലീസ് സ്റ്റേഷനില് 336 ബ്രാക്കറ്റിൽ 3, 337, 338, 340 ബ്രാക്കറ്റിൽ 1 ഈ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആരിഫിനെ കോടതിയിൽ ഹാജരാക്കി 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. റിമാൻഡിലായ 3 ബംഗ്ലാദേശി സഹോദരന്മാർക്ക് പുറമെ ആരിഫ് നിരവധി ബംഗ്ലാദേശികളുടെ വ്യാജരേഖകൾ നിർമ്മിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തി. മറ്റുള്ളവരുടെ രേഖകൾ സ്കാൻ ചെയ്യുകയും വ്യാജ വോട്ടർ ഐഡികൾ, പാൻ കാർഡുകൾ, ആധാർ കാർഡുകൾ തുടങ്ങിയവ നിർമ്മിക്കുകയും ഇയാൾ ചെയ്തിരുന്നു. വിസ ലഭിക്കാനും പ്രതികൾ വ്യാജരേഖകൾ ഉപയോഗിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ ATS കണ്ടെത്തിയത്. വ്യാജരേഖകൾ ഉപയോഗിച്ച് ഇറാഖിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച 3 ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ മുംബൈ റായ്പൂർ ATS ആണ് അറസ്റ്റ് ചെയ്തത്. നുഴഞ്ഞുകയറ്റക്കാരിൽ ഷെയ്ഖ് ഇസ്മായിൽ, ഷെയ്ഖ് അക്ബർ, ഷെയ്ഖ് സാജൻ എന്നിവരെ ഇതിനോടകം തന്നെ റിമാൻഡിലാക്കിയിട്ടുണ്ട്. ഈ 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്ത ശേഷം പോലീസും ATS സംഘവും ഇപ്പോൾ അവരെ സഹായിച്ചവർക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നിരവധി ബംഗ്ലാദേശികൾ വർഷങ്ങളായി റായ്പൂരിൽ താമസിക്കുന്നുണ്ടെന്നും വ്യാജരേഖകളുടെ സഹായത്തോടെ ദുബൈ, ഇറാഖ്, സിറിയ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിലേക്ക് പോയിട്ടുണ്ടെന്നും ഇതിനോടകം തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞതായി പോലീസ് പറയുന്നു. ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്കായി വ്യാജരേഖകൾ തയ്യാറാക്കിയ ഷെയ്ഖ് അലിയാണ് ഈ മുഴുവൻ റാക്കറ്റിന്റെയും മുഖ്യ സൂത്രധാരൻ എന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. നാഗ്പൂർ, മുംബൈ, ഉത്തർപ്രദേശ്, കൊൽക്കത്ത എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ പോലീസ് ബന്ധപ്പെടുകയും ഷെയ്ഖ് അലിയെ തിരയുകയും ചെയ്യുന്നുണ്ട്. ഇതിനു പുറമെ വ്യാജരേഖകൾ നിർമ്മിച്ച 25-ലധികം അഭിഭാഷകർ, നോട്ടറിമാർ, ഫെസിലിറ്റേഷൻ ഉദ്യോഗസ്ഥര്, അതുപോലെയുള്ള സെന്റർ ഓപ്പറേറ്റർമാർ എന്നിവരെല്ലാം ഏതാണ്ട് ATSന്റെ അണ്ടറിലായിട്ടുണ്ട്. അതേസമയം റായ്പൂരിൽ അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശികൾ സർക്കാർ രേഖകൾ ഉണ്ടാക്കി വിദേശത്തേക്ക് പോകുന്ന സംഭവങ്ങൾ ദേശീയ സുരക്ഷയ്ക്ക് ഗുരുതരമായ ആശങ്കയും ആകുന്നുണ്ട്. ദിനേന എത്ര പേരെയാണ് പിടിക്കുന്നത് എന്ന് ആലോചിക്കണം. 100 കണക്കിന് ആളുകളെ പിടിക്കപ്പെടുമ്പോഴും വീണ്ടും ബംഗ്ലാദേശികളും റോഹിംഗ്യകളും ഈ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി പിടിക്കപ്പെടുകയാണ്. ഇന്ത്യയിൽ ജിഹാദി പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ISI റോഹിംഗ്യൻ മുസ്ലിങ്ങളെ ഉപയോഗിക്കുന്നതായിട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു റിപ്പോർട്ട്. കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്ന റോഹിംഗ്യകൾ പണത്തോടുള്ള അത്യാഗ്രഹം മൂലം പാകിസ്ഥാനികളുടെ കെണിയിൽ കുടുങ്ങാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നും റിപ്പോർട്ടിലുണ്ട്. റോഹിംഗ്യകളെ തങ്ങളുടെ ഏജന്റുമാരാക്കുന്നതിനു വേണ്ടി ISI പോലെയുള്ള ഗൂഢാലോചന ഏജൻസികൾ പണം നൽകി. അങ്ങനെ അവരെ വശീകരിച്ച് ഇത്തരം ജോലികൾ ചെയ്യിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഇന്ത്യയും കണ്ടെത്തി. റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ഏത് രാജ്യത്താണെങ്കിലും അവർ കുറ്റകൃത്യങ്ങളും അതുപോലെ ഗുരുതരമായ പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇക്കാര്യം പരസ്യമായി തന്നെ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുമുണ്ട്. ജിന്നയുടെ രാജ്യം ഇന്ത്യക്കെതിരെ പരോക്ഷമായിട്ടുള്ള ഒരു യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും
ഇപ്പോൾ അത് റോഹിംഗ്യകളിലൂടെ അവരുടെ ഗൂഢാലോചന നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനായി പാകിസ്ഥാൻ ബംഗ്ലാദേശ് വഴിയും ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിലെ മതഭ്രാന്തന്മാരുടെ ആജ്ഞകൾ പ്രകാരം പ്രവർത്തിക്കുന്ന യുഎസ് ഗവൺമെന്റിന്റെ മതത്തിന്റെ പേരിൽ ജിന്നയുടെ രാജ്യവുമായി അടുപ്പിച്ചു എന്നതാണ് സത്യം. തലസ്ഥാന നഗരമായിട്ടുള്ള ധാക്കയിൽ നിന്ന് ISI ഇപ്പോൾ തങ്ങളുടെ പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടിൽ വ്യക്തമായിട്ടും പറഞ്ഞിട്ടുണ്ട്. ബംഗ്ലാദേശിൽ സ്ഥിര താമസമാക്കിയ റോഹിംഗ്യകളെ ഉപയോഗിച്ച് ഇന്ത്യയിൽ വലിയ തോതിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രൂപരേഖ പാകിസ്ഥാൻ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ബംഗ്ലാദേശിൽ തലവേദനയായി മാറിയിരിക്കുന്ന റോഹിംഗ്യകളെ ആയുധ പരിശീലനം നടത്തി പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനുള്ള വഴി ഒരുക്കുമെന്നും വിശ്വസനീയമായ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് ഒരു വലിയ മാധ്യമ സംഘടന ഇറക്കിയ റിപ്പോർട്ടിലുണ്ട്. ബംഗ്ലാദേശിലെ മതഭ്രാന്തൻ ഗ്രൂപ്പുകൾ ഇതിനെ സഹായിക്കാനും തയ്യാറാണ്. ഇന്ത്യയിലെ കിഴക്കൻ അതിർത്തികളിലാണ് ISIയുടെ കണ്ണുകൾ ഇപ്പോൾ പതിഞ്ഞിരിക്കുന്നത്. ഈ ഗൂഢാലോചന നടപ്പാക്കാൻ ചുമതലയേറ്റ ISI അതിന് അന്തിമ രൂപം നൽകുന്നതിന്റെ തിരക്കിലാണെന്നും റിപ്പോർട്ട്. റോഹിംഗ്യകൾക്ക് ആയുധങ്ങൾ കൈമാറുമെന്നും അവർ അതിവേഗം ഇന്ത്യയിലേക്ക് കടക്കുമെന്നുമാണ് റിപ്പോർട്ട്. ഇന്ത്യൻ സംസ്ഥാനങ്ങളായ മിസോറാം, ത്രിപുര എന്നിവിടങ്ങളിൽ അതിർത്തികൾ അടക്കമുള്ള ബംഗ്ലാദേശ് പ്രദേശങ്ങളിൽ പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ റോഹിംഗ്യകളെയും അൽഖ്വയ്ദയെയും ഭീകരത പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രങ്ങൾ പഠിപ്പിക്കാൻ കഴിയും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും റിപ്പോർട്ടിലുണ്ട്. ബംഗ്ലാദേശിലെ നിലവിലെ മുഹമ്മദ് യൂനസ് സർക്കാർ ബംഗ്ലാദേശ് ജയിലുകളിൽ തടവിലാക്കപ്പെട്ട നിരവധി ഭീകരരെയും ഇറക്കിവിട്ടിട്ടുണ്ട്, ആയുധങ്ങൾ നൽകി. അത്തരം നൂറുകണക്കിന് മതഭ്രാന്തന്മാർക്ക് അവിടുത്തെ അൽഖ്വയ്ദ നേതാക്കളുമായി ബന്ധവുമുണ്ട്. ഇന്ത്യയെ വെറുക്കുകയും പാകിസ്ഥാനെ പുകഴ്ത്തുകയും ചെയ്യുന്ന ഇത്തരം മതഭ്രാന്തന്മാരെ മുൻ ഹസീന സർക്കാരിന് നിയന്ത്രിക്കാൻ സാധിച്ചിരുന്നു. കോക്സ് ബസാറിലും മറ്റ് പ്രദേശങ്ങളിലുമുള്ള റോഹിംഗ്യൻ ക്യാമ്പുകളിൽ നിന്നുള്ള തീവ്ര മുസ്ലിങ്ങളെ ജിന്നയുടെ രാജ്യത്തിന് ഈ ഏറ്റവും പുതിയ ഇന്ത്യ വിരുദ്ധ നടപടിയിൽ കൂട്ടമായി ഉപയോഗിക്കാൻ കഴിയും എന്നാണ് ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നത്. ഈ റോഹിംഗ്യകൾ 2017 മ്യാൻമാറിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് പലായനം ചെയ്തവരാണ്. അതിനുശേഷം അവർ അവിടെ താമസിച്ച് ആ രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ എണ്ണം ഏകദേശം 9 ലക്ഷം വരുമെന്ന് പറയപ്പെടുന്നതായും റിപ്പോർട്ടിലുണ്ട്. കൂടാതെ അവർ മയക്കുമരുന്ന് കടത്ത്, കവർച്ച, മോഷണം, അതുപോലെ ബലാത്കാരം, തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്നിവയിൽ കൂടുതൽ ഏർപ്പെടുന്നതായും റിപ്പോർട്ടിലുണ്ട്. ഈ രാജ്യത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഇതുപോലെയുള്ള തീവ്രവാദികൾക്ക് വ്യാജരേഖകൾ നൽകി നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കി വിടുന്നതിന് പിന്നിൽ ആരാണ് എന്ന് എല്ലാ രാജ്യത്തിനും അറിയാം. പ്രത്യേകിച്ച് ഇന്ത്യയിലെ ചാരസംഘടനയായ റോയ്ക്കും അതുപോലെ രഹസ്യാന്വേഷണ ഏജൻസിയായ NIAയ്ക്കും ഒക്കെ വ്യക്തമായും അറിയുന്ന കാര്യങ്ങളാണത്. ഒരു സംശയവും വേണ്ട, നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ ഒരു നുഴഞ്ഞുകയറ്റക്കാരെയും ഒരു ഇന്ത്യ വിരുദ്ധരെയും വച്ചു പൊറുപ്പിക്കില്ല. ഒരൽപ്പം കാലതാമസം ഉണ്ടായാലും ശരി, ഒന്നില്ലാതെ ഈ ലക്ഷക്കണക്കിന് ബംഗ്ലാദേശികൾ നമ്മുടെ രാജ്യത്തേക്ക് കുടിയേറിയിരിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലാക്കി അവരെ ഒക്കെ പിടിച്ച് വിചാരണ ചെയ്തിരിക്കും. ഒന്നുകിൽ അവരുടെ രാജ്യത്തേക്ക് നാടുകടത്തുകയോ അതല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെ കൃത്യമായ രൂപത്തിലുള്ള നിയമ നടപടികൾക്ക് അവർ വിധേയരാകുകയോ ചെയ്യണമെന്ന് നേരത്തെ തന്നെ അമിത്ഷാ വ്യക്തമാക്കിയിട്ടുള്ളത് പോലെ ലക്ഷക്കണക്കിന് ബംഗ്ലാദേശികൾ പിടിയിലാകാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നന്ദി.